വളരെ വാചാലമായി സിപിഎമ്മിന്റെ ചരിത്രം വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ അതിനുശേഷം മലപ്പുറം ജില്ലയിലെ എല്ലാ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെയും തൽസ്ഥാനത്തുനിന്ന് നീക്കുന്ന നിലപാടുണ്ടായി. അതിനോട് KT ജലീൽ അടക്കം പ്രതികരിച്ചത് രണ്ടാമത്തെ വിക്കറ്റ് വീണിരിക്കുന്നു എന്നുള്ളതാണ്. ശ്രീ PV അൻവർ ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയപ്പോൾ ഒരു വലിയ വിഭാഗം ചിന്തിച്ചത് PV അൻവർ വായി തോന്നുന്ന വിളിച്ചു പറയുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരുപക്ഷെ കള്ളമായിരിക്കാം എന്നായിരുന്നു ചിന്തിച്ചത്. പക്ഷെ ഓരോ ദിവസവും അതിനുശേഷമുള്ള ഗവൺമെന്റ് നിലപാടുകൾ കാണുമ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ മലപ്പുറത്തുണ്ടായ കൂട്ടസ്ഥലം മാറ്റവും കൂടെ പുറത്തു വരുമ്പോൾ PV അൻവർ പറഞ്ഞത് 100% അതിൽ വസ്തുതയുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന തിരിച്ചറിവാണ് നമുക്കൊക്കെ ഉണ്ടാകുന്നത്. PV അൻവർ ഈ പോരാട്ടം തുടങ്ങിയത് ശശിധരൻ എന്ന് പറയുന്ന SP-ക്കെതിരെയാണ്. അദ്ദേഹം SP-യുടെ വീടിന്റെ മുമ്പിലെത്തിയത് ശശിധരൻ മരം മുറിച്ചു എന്ന് ചിന്തിച്ചിട്ടാണ്. പക്ഷെ അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ അപജയങ്ങളെല്ലാം പുറത്തു വരുന്നത്. പിന്നെ തീർച്ചയായിട്ടും അൻവർ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ സത്യമാണെങ്കിൽ പിണറായി വിജയൻ ഇനി എത്ര ചരിത്രം പറഞ്ഞാലും ശരി, ഒരു നിമിഷം ആ സ്ഥാനത്ത് തുടരാൻ ഇനി അവകാശമില്ല. കാരണം കേരള പോലീസ് ഒരു അധോലോക സംവിധാനമായി മാറുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ സാധിക്കത്തില്ല. പശ്ചിമബംഗാളിൽ ഒരു ആശുപത്രിയിൽ ഒരു ഡോക്ടർ യുവതിക്കുണ്ടായ ഒരു ദാരുണ അന്ത്യം എത്രത്തോളം ആ സംസ്ഥാനത്ത് കോളുകളൊക്കെ ഉണ്ടാക്കുന്നെന്നും CPM അതിന്റെ പേരിൽ CPM അടക്കം അവിടെ പ്രക്ഷോഭം നടത്തി മമതാ ബാനർജി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് എത്രയോ 10 മടങ്ങ് ഗൌരവമുള്ളതാണ് ഒരു പോലീസ് സംവിധാനം ആകെ ഈ നിലയിലേക്ക്, അല്ലെങ്കിൽ ഒരു അധോലോക സംഘമായി മാറി എന്ന് പറയുന്നത്. അവിടെ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ ഇവർക്ക് സാധിക്കുമോ? പിന്നെ മുഖ്യമന്ത്രി ഇന്നലെ കുറെ ചരിത്രം പറഞ്ഞു. ആരും അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. CPM കേരളത്തിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ള പാർട്ടിയാണ്, അതിലൊരു തർക്കവുമില്ല. പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ. അന്നത്തെ CPM ആണോ ഇന്ന് പിണറായിയുടെ വിജയന്റെ കീഴിലുള്ള CPM എന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തെ EMS മന്ത്രിസഭയിലെ 5 സ്വതന്ത്രന്മാരെ അവര് പിന്തുണച്ച ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള സ്വതന്ത്രരുടെ ക്വാളിറ്റി നമുക്ക് പരിശോധിക്കാം. VR കൃഷ്ണയ്യർ, മുണ്ടശ്ശേരി മാസ്റ്റർ, അല്ലെങ്കിൽ AR മേനോൻ, അങ്ങനെ തുടങ്ങിയ പ്രഗത്ഭരായിട്ടുള്ളവരായിരുന്നു. ഇന്ന് പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന ആരൊക്കെയാണ്? PV അൻവർ, കാരാട്ട് റസാക്ക്, മുകേഷ്, ശ്രീനിജൻ. ആ നിലയിലേക്കുള്ള മാറ്റം CPM-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പഴയ ചരിത്രം പറഞ്ഞ് ഇതിൽ നിന്ന് കൈയൊഴിയാൻ പിണറായി വിജയന് സാധിക്കത്തില്ല. എന്ത് ബന്ധമാണ് പിണറായി വിജയന് ഈ പറയുന്നത് പോലെ MR അജിത് കുമാർ എന്ന വ്യക്തിക്കെതിരെ ഇത്രയും ആക്ഷേപം വന്നിട്ടും സംരക്ഷിക്കാൻ നിർബന്ധിതമാകുന്ന എന്ത് ബന്ധമാണ് എന്ന് വെളിപ്പെടുത്താൻ തയ്യാറാകണം. ഞാൻ പറഞ്ഞല്ലോ, മരമുറിച്ചു എന്ന ആക്ഷേപത്തിന്റെ പേരിൽ അവിടെ എത്തിയ അൻവറിന് ആ മലപ്പുറം SP-ക്കെതിരെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് പോലും ആ മലപ്പുറം SP-യെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. അന്നേരം എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്നു എന്ന് പറയുന്ന MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ എന്ത് ബാധ്യതയാണ് പിണറായി വിജയനുള്ളത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത് പഴയ CPM-ന്റെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. EMS-നെ സെൻഷർ ചെയ്യാൻ ശേഷിയുണ്ടായിരുന്ന പാർട്ടിയാണ് പഴയ CPM എന്ന് പറയുന്നത്. ഇന്ന് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണല്ലോ ഈ പ്രോക്സി വാർ എന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ ഒരു പ്രബല വിഭാഗം
ആണ് അൻവറിനെയും ജലീലിനെയും ഒക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ യുദ്ധം നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അന്നേരം പഴയ CPM-ന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അന്ന് വർഗീയതയെ നേരിട്ടുകൊണ്ടുള്ള ചരിത്രം പറഞ്ഞുകൊണ്ട് പിണറായി വിജയന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. പിണറായി വിജയൻ ഈ KT ജലീൽ വിക്കറ്റ് എണ്ണി പോകുമ്പോൾ കേരള ജനത ആഗ്രഹിക്കുന്ന ഒറ്റ വിക്കറ്റ് ഇവിടെ തെറിക്കണം, അതോട് ഇത് അവസാനിക്കും. അത് പിണറായി വിജയന്റെ വിക്കറ്റ് തെറിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങേണ്ടത്. അതാണിന്ന് ആവശ്യം. മുഖ്യമന്ത്രി ഈ കോൺഗ്രസിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന ദിവസം BJP രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ പ്രചരണം നടത്തുകയാണ്. രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ചെന്നുകൊണ്ട് നടത്തിയ ഒരു വളരെ പ്രസക്തമായ ഒരു പ്രസംഗം എത്രത്തോളം RSSനെതിരെ രാഹുൽ ഗാന്ധി നിലപാടെടുക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണത്. അത് വിദേശ മണ്ണിൽ നിന്നുകൊണ്ട് ഈ കാര്യം പറഞ്ഞു എന്നുള്ളതാണ് BJP ആയുധമാക്കി എടുത്തിരിക്കുന്നത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പഴയ സ്ക്രാച്ച് വീണ LP റെക്കോർഡ് പോലാണ് പിണറായി വിജയൻ. സ്ക്രാച്ച് വീണ LP റെക്കോർഡിൽ എന്ത് സംഭവിക്കും? സൂചി അവിടെ തന്നെ കിടന്ന് കറങ്ങും, മുന്നോട്ട് നീങ്ങത്തില്ല. ആ നിലയിലേക്ക് പിണറായി വിജയൻ പഴയ ചരിത്രം പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല. ഇന്നത്തെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ബാധ്യസ്ഥൻ. അദ്ദേഹം മാധ്യമങ്ങളെ ഭയക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്തെ പൊതുസമൂഹത്തെ അദ്ദേഹം ഭയക്കുന്നു. അതുകൊണ്ടാണ് മൈക്കിൽ കൂടി പറഞ്ഞിട്ട് ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോകുന്നത്. അല്ല, ഇതുപോലൊരു ആശയക്കുഴപ്പം ഏതെങ്കിലും കാലഘട്ടത്തിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എല്ലാ ദിവസവും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കാഫിർ വിഷയം കേരളം കണ്ട ഏറ്റവും നീചമായി പിണറായി വിജയൻ വർഗീയതയ്ക്കെതിരെയൊക്കെ പറയുമ്പോൾ ഒരു മുസ്ലിം നാമധാരിയായ ഒരു സ്ഥാനാർത്ഥി വന്നപ്പോൾ പിണറായി വിജയന്റെ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെച്ച ഏറ്റവും നീചമായ തന്ത്രം അത് പുറത്തു വന്ന് അതിന് സമരം ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് 4.5 വർഷക്കാലം അടയിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. അത് ചർച്ച ചെയ്യാനിരുന്നപ്പോഴാണ് PV അൻവറിന്റെ ആദ്യത്തെ വെളിപ്പെടുത്തൽ. അത് സമരം ചെയ്യാനിരുന്നപ്പോഴാണ് PV അൻവറിന്റെ ആദ്യത്തെ വെളിപ്പെടുത്തൽ വന്നത്. ആദ്യത്തെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ് രണ്ടാമത് വന്നിരിക്കുന്ന പൂരം കലക്കുന്ന കാര്യം വന്നു. അത് കഴിഞ്ഞ് MR അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ടുവന്നു. എല്ലാ ദിവസവും വിഷയം വരുമ്പോൾ എല്ലാ ദിവസവും സമരം ചെയ്യുക എന്നുള്ളത് അപ്രായോഗികമാണ്. എല്ലാ പാർട്ടികളും തനതായ രീതിയിൽ സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ അനുകരണ സാധാരണമായ ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ. ഇതുപോലെ എല്ലാ ദിവസവും നാമാവിശേഷമാകുന്ന ഒരു ഭരണ സംവിധാനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ പറഞ്ഞു വന്നത് ഞാനതെല്ലാം പറയാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. CPM എവിടെ പോയെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് സ്പീക്കർ ഷംസീർ എന്ന് പറയുന്നത്. കാരണം കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ഒരു വലിയ വിശ്വാസ സമൂഹത്തിന് ഒരു പക്ഷേ മുറിവേൽക്കുന്ന നിലയിലേക്ക് തന്നെ ഷംസീർ പരാമർശിച്ചുകൂടാത്ത കാര്യം പോലും ഷംസീർ, പക്ഷെ ഒരു ഇടതുപക്ഷ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ഗണപതിയുടെ രൂപവും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഷംസീറിന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ഷംസീർ പറഞ്ഞൊരു വ്യക്തിയാണ്. ആ ഷംസീർ ഒരു വർഷം കഴിയുമ്പോൾ RSS മഹത്തായ പ്രസ്ഥാനമാണ്, പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണെന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ ഇടതുപക്ഷ രാഷ്ട്രീയം CPM-ന്റെ രാഷ്ട്രീയം എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് അതിനെ കണ്ടാൽ മതി. CPIക്ക് അതിനുള്ള ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാമെന്നല്ലാതെ CPIയെ സംബന്ധിച്ചിടത്തോളം പ്രഗത്ഭരായ നേതാക്കന്മാർ നയിച്ചതാണ്. അവരുടെ ശബ്ദം ആരും അല്ലെങ്കിൽ കേൾക്കാതിരുന്നിട്ടില്ല. അത്ര അവരുടെ സംഘടനാ സ്വാധീനത്തിനേക്കപ്പുറം ഉച്ചത്തിൽ ശബ്ദമുണ്ടായിരുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. ആ CPI ഇന്ന് പോയി. അധികാരത്തിന്റെ ഭാഗമായി ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് അതിനെ അങ്ങനെ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അതിന്റേതായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ CPIയിൽ ഉടലെടുത്തിട്ടുണ്ട്. അതിരൂക്ഷമായ പ്രശ്നങ്ങളാണ് CPIയിൽ എല്ലാ ജില്ലയിലും ഉള്ളത്. CPIക്ക് നല്ലത് ഇനിയെങ്കിലും ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്.
അല്ല, CPI ഒരു കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം എന്നുള്ളത് ഉണ്ടാകുമോ എന്നുള്ളത് അവർ പരിശോധിക്കേണ്ടതുണ്ട്. അവർ പരിശോധിച്ചിട്ട് അത് സംരക്ഷിക്കാൻ ആവശ്യം UDF-ലേക്ക് വരുന്നതാണ് എന്ന് ബോധ്യപ്പെടുകയും അങ്ങനെ വന്നാൽ സ്വാഗതം ചെയ്യുന്നു, നല്ല കാര്യമാണ്. അല്ല, എന്നെ ആ കൂട്ടത്തിൽപ്പെടുത്തണ്ട. ഞാൻ സ്വാഭാവികമായി തുടക്കം മുതലേ പിണറായിയെ ഭയക്കുന്നു. പിണറായി വിജയനെ നയിക്കുന്നത് ഭയമാണ്. എന്തൊക്കെയോ മറച്ചുവെക്കാനുണ്ട്. അല്ലെങ്കിൽ കേട്ടുകേഴ്വിയുള്ളതാണോ? അവരുടെ ഒരു MLA പറഞ്ഞത് അസംബന്ധം എന്ന് വിശ്വസിക്കാനായിരുന്നു നമുക്ക് ആഗ്രഹം. പക്ഷെ ആ MLA പറഞ്ഞത് ശരി വെച്ചുകൊണ്ട് ഒരു ജില്ലയിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഒരുമിച്ച് സ്ഥലം മാറ്റുന്നത് ആദ്യമായിട്ടല്ലേ? അന്നേരം എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്. PV അൻവറിന് വഴങ്ങുന്നു, അല്ലെങ്കിൽ PV അൻവറിന്റെ നാക്ക് ഏത് രീതിയിലേക്ക് പോകുമെന്ന് പിണറായി വിജയൻ അറിയില്ല. പിണറായി വിജയൻ ഭയക്കുന്നു. അതുകൊണ്ട് അതിന്റെ ഭാഗമായി PV അൻവറിനെ തൃപ്തിപ്പെടുത്താൻ, PV അൻവറിനോടൊപ്പം KT ജലീലിനെ അടക്കമുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചത്. പോലീസ് ഫോഴ്സിന്റെ മുറയിൽ എവിടെ ചെന്ന് നിൽക്കും, അവർ സത്യസന്ധരാണെങ്കിൽ എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളതുകൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഭയക്കുന്നു. PV അൻവറിനെ മുഖ്യമന്ത്രി ഭയക്കുന്നതുകൊണ്ടാണല്ലോ അൻവറിന്റെ ഇംഗിതത്തിന് വഴങ്ങിക്കൊണ്ട് ഒരു ജില്ലയിലെ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരെയും ഒരുമിച്ച് മാറ്റുന്നത്.